പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മലക്കം മറിഞ്ഞ പരാതിക്കാരി പ്രതി രാഹുലിനെ ന്യായീകരിച്ച് പരാതി നൽകിയ ഭാര്യ രംഗത്തെത്തി. രാഹുലോ കുടുംബമോ തന്നോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല. പരാതി നൽകിയത് വക്കീലിന്റെ നിർദ്ദേശപ്രകാരമെന്നും യുവതി മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള വീഡിയോയും പുറത്ത്. താൻ ഇത്ര നാൾ പറഞ്ഞതെല്ലാം നുണയാണെന്നും അതിനാൽ തനിക്ക് അതിൽ കുറ്റബോധമുണ്ടെന്നും അവർ പറഞ്ഞു. അവള് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാല് ഒന്നില്ലെങ്കിൽ അവന്റെ കൂടെ ചേർന്നിട്ട് അവൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പറയിപ്പിച്ചേക്കണം അവൻ രക്ഷപ്പെടാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി ഇപ്പൊ നിലവിൽ എവിടെയാ? ഈ കുട്ടി ജോലിക്ക് പോയേക്കല്ലേ? എവിടെയാണ് സാർ പോയിട്ടുള്ളത്? തിരുവനന്തപുരം. ട്രിവാൻഡ്രാണല്ലേ? ഓ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി ഒന്നും അറിയില്ല? ഇല്ല. അവന് ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്ത് ഇവിടെ കൊണ്ട് മറിച്ച് പറയിപ്പിച്ചേക്കനാണ് അവന് രക്ഷപ്പെടാൻ വേണ്ടി. അവൻ രക്ഷപ്പെടില്ല എന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇവിടെ കൊണ്ട് പറയിപ്പിച്ചേക്കനാണ് ശരി. കുട്ടിയെ കോണ്ടാക്ട് ചെയ്തോ? കുട്ടിയെ കോണ്ടാക്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ലെന്ന്. എടുത്തിട്ടില്ല അല്ലെ? ഞാന് നിങ്ങളോട് കൺഫർമേഷന് വേണ്ടി ചോദിച്ചതേ ഉള്ളൂ, എന്താണ് സംഭവം. ആനന്ദ് പുത്തൂറാണ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ആനന്ദ്, ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദങ്ങൾ ആരുടെയൊക്കെ എന്തൊക്കെയാണ്? ഇതിലൊരു വ്യക്തത വേണം. നമ്മൾ ഇപ്പോൾ കേട്ട ശബ്ദ സന്ദേശം നമ്മുടെ റിപ്പോർട്ടറും ഈ പന്തീരങ്കാവിലെ ഈ പീഡനത്തിനിരയായി എന്ന് പറയുന്ന യുവതിയുടെ അച്ഛൻ്റെയുമാണ്. അല്പ സമയങ്ങൾക്ക് മുൻപാണ് ഈ യുവതിയുടെ ഒരു യൂട്യൂബിൽ നിന്നൊരു വീഡിയോ വരുന്നത്. അതായത് അതായത് ഈ പന്തീരങ്കാവിലെ ഭർത്താവായിട്ട് രാഹുൽ യാതൊരു തരത്തിലുള്ള പീഡനങ്ങൾക്കും വിധേയമാക്കിയിട്ടില്ല. വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്നാണ് ഇത്തരത്തിൽ താൻ പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞതെല്ലാം പച്ച നുണയാണെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് യുവതി നടത്തിയിട്ടുള്ളത്. A4 ഷീറ്റ് പേപ്പറിൽ തൻ്റെ കുടുംബക്കാർ എഴുതി തന്നതെല്ലാം അതുപോലെ കാണാതെ പഠിച്ചു പറയുകയായിരുന്നു. ഇതിൽ തനിക്ക് കുറ്റബോധമുണ്ട്. തൻ്റെ അച്ഛനും അമ്മയും, അതായത് യുവതിയുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലെല്ലാം താൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. അതിൽ തനിക്കിപ്പോൾ കുറ്റബോധമുണ്ടെന്ന വിശദീകരണമായാണ് ഇപ്പോൾ യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ നേരത്തെ യുവതി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിൽ സ്ത്രീധനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ രാഹുലിന്റെ നേതൃത്വത്തിൽ തങ്ങൾക്ക് കാര്യമായി തന്നെ പീഡിപ്പിച്ചു, 150 പവനോളം സ്വർണവും ഒരു കാറും ആവശ്യപ്പെട്ടിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പരാതിയിലടക്കം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ യുവതി മലക്കം മറിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല മർദ്ദിച്ചിരുന്നു, അതായത് ഈ തന്റെ ഭർത്താവ് മർദ്ദിച്ചിരുന്നു എന്ന കാര്യത്തിൽ യുവതി രണ്ടഭിപ്രായമില്ല. പക്ഷേ മർദ്ദിച്ചത് ചെറിയൊരു തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലാണ്. 2 തവണ അടിച്ചതേ ഉള്ളൂ. യുവതി നേരത്തെ ആരോപിച്ച പോലെ തന്നെ ബെൽറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മൊബൈലിന്റെ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ മുറുക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ മർദ്ദിച്ചത് തുടർന്ന് തനിക്ക് സങ്കടം വന്നു, യുവതിക്ക് സങ്കടം വന്നുകൊണ്ട് ബാത്റൂമിൽ പോയി കരയുന്നതിനിടെ വീഴുകയായിരുന്നു. തുടർന്നാണ് തലയിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് ഈ രണ്ടുപേരും കൂടി, യുവതിയും ഈ രാഹുലും ചേർന്ന് ആശുപത്രിയിൽ പോവുകയും അവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ പിറ്റേ ദിവസം ഈ യുവതിയുടെ വീട്ടുകാർ ഇത്തരത്തിൽ അടുക്കള കാണൽ ചടങ്ങുമായി വീട്ടിലേക്ക് വന്നപ്പോൾ ഈ മുഖത്തൊരു പാടുണ്ടായിരുന്നു. ആ പാട് കണ്ടുകൊണ്ട് നിരന്തരമായി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ തനിക്ക് അടി കിട്ടി, അതായത് ഭർത്താവിൻ്റെ രാഹുലിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മർദ്ദിച്ചു എന്ന് യുവതി പറയുകയും ഇത് വീട്ടുകാർ വലിയൊരു പ്രശ്നമാക്കി എടുക്കുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഈ യുവതിയെ കൊണ്ട് അന്ന് തന്നെ ഈ യുവതിയുടെ വീട്ടുകാർ തിരിച്ച് എറണാകുളത്തേക്ക് വന്നിരുന്നു. പക്ഷേ യുവതി പറയുന്നത് തനിക്ക് തൻ്റെ വീട്ടുകാരുടെ കൂടെ എറണാകുളത്തേക്ക് പോകാൻ യാതൊരു തരത്തിലുള്ള ഇഷ്ടം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഇത്തരത്തിൽ ചെയ്തത്. മാത്രമല്ല വലിയൊരു വിവാദമുണ്ടായിരുന്നത് ഈ രാഹുലിന്റെ ആദ്യ വിവാഹത്തെ സംബന്ധിച്ചായിരുന്നു. അതിനെക്കുറിച്ചും യുവതി വിശദീകരിക്കുന്നുണ്ട്. യുവതി പറഞ്ഞത് ഇത്തരത്തിൽ രാഹുൽ ആദ്യമായി വിവാഹം ചെയ്ത് തനിക്ക് അറിയാമായിരുന്നു. ഈ രാഹുൽ നിരന്തരമായി തന്നോട് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വിവാഹകാര്യവും. മാത്രമല്ല ഈ കുടുംബത്തിനോട്, അതായത് യുവതിയുടെ കുടുംബത്തിനോട് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരണമൊന്നും യുവതി പറഞ്ഞിരുന്നു. എന്നാൽ താൻ ഈ വിവാഹം മുടങ്ങിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇത്തരത്തിൽ വീട്ടുകാരോട് പറയാതിരുന്നതും എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും യുവതി ഇപ്പോൾ മലക്കം മറിഞ്ഞുകൊണ്ട് വാർത്തകളിൽ ഇതിന്റെ പൂർണ്ണരൂപം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.